മുട്ടത്തറ കല്ലുമൂടിലെ ഈ വീടിന് മുന്നിൽ കൂടി പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ പുതിയ ബാഗും തൂക്കി പുസ്തകങ്ങളുമായി മറ്റു കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അതെല്ലാം നോക്കി മാത്രം നിൽക്കേണ്ടി വരുന്ന 2 കുട്ടികളുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ. അവർക്ക് സുരക്ഷിതമായ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിഖിലയുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനിയത്തിയോ? നിങ്ങൾക്ക് ഇതുവരെയും ബുക്ക് പോലും വാങ്ങാൻ പറ്റിയില്ല എന്നറിയും. എന്താണ്? ഇതുവരെയായിട്ടും ബുക്ക് പോലും വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലും പോയിട്ടില്ല. ചുവന്ന വീട്ടിലൊക്കെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അനിയത്തി ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണല്ലേ? HM ടീച്ചറാണ് ഞങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കണം. 8 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ എൻ്റെ അമ്മ, അനിയത്തി, ഞാൻ, എൻ്റെ ഒരു സുഖമില്ലാത്ത അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നതാണോ? എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, പ്രസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് സുഖമില്ലാതെ മരിച്ചപ്പോൾ അതുവരെ ഞാൻ അച്ഛനും ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആയപ്പോൾ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഇതായിട്ട് എനിക്കിപ്പോൾ പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ഭക്ഷണത്തിന് പോലും ആരും സഹായിക്കണമില്ല. അനേക ദിവസം പട്ടിണി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ മോൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്ത് പഠിക്കാനാണ് ആഗ്രഹം? ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ജീവിക്കാൻ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി, അത്രയേ ഉള്ളൂ. അമ്മയും 2 പെൺമക്കളും അടങ്ങിയ ഒരു കുടുംബം താമസിക്കുന്നത് ഈ വീട്ടിലാണ്. വീടിൻ്റെ അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഒരു അടച്ചുറപ്പില്ലാത്ത വീടാണ്. വീടിൻ്റെ ഒരു വശം മുഴുവൻ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലുമാണ്. അതും ബന്ധുവീടാണ്, അവരുടെ സ്വന്തം വീട് പോലുമല്ല. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അവർ. കാരണം ഈ 2 കുട്ടികൾക്കും പഠിക്കണം. അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് 3 നേരത്തെ ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം തേടാനുമുള്ള ഒരു അവസരമാണ് ആ കുട്ടികളും ഈ മാതാവും കാത്തിരിക്കുന്നത്. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.